നമ്മളിനി പുതിയൊരു അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. ഘനരൂപങ്ങൾ 8ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 9ാം ക്ലാസ്സിൽ സ്തംഭങ്ങൾ എന്ന് പഠിച്ചിട്ടുണ്ട്. സ്തംഭങ്ങൾ എന്നൊരു പാഠം ഘനരൂപത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായ പാഠമായി നമുക്കിതിനെ കരുതാം. ഘനരൂപങ്ങൾ, വിവിധ തരം ഘനരൂപങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതിലാദ്യം നമ്മൾ സ്തൂപികകളെ പറ്റിയാണ് മനസ്സിലാക്കുന്നത്. സ്തൂപികകളാണ്. സ്തംഭങ്ങളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സ്തംഭങ്ങളുടെ പാദങ്ങളും 2 മുഖങ്ങളുണ്ടാവും സ്തംഭങ്ങൾക്ക്. പക്ഷെ സ്തൂപികകൾക്കാണെങ്കിൽ ഒരു പാദമുഖം, പിന്നെ അത് കൂർത്ത് നിൽക്കുന്ന ഭാഗം. സ്തൂപിക എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഈജിപ്ഷ്യൻ പിരമിഡുകൾ അല്ലെ. പിരമിഡ്, സ്തൂപികയുടെ ഇംഗ്ലീഷ് വാക്കാണ് പിരമിഡ്. ഈജിപ്തിലെ പിരമിഡുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അല്ലെ. ചരിത്ര പുസ്തകത്തിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഈജിപ്തിലെ പിരമിഡ്. ഇത് ഒരു സമചതുര സ്തൂപികയ്ക്ക് ഉദാഹരണമാണ്. സ്തൂപിക എന്നതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പലതരം സ്തൂപികകളുടെ ചിത്രമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആദ്യം ത്രികോണ സ്തൂപികയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ത്രികോണ സ്തൂപിക എന്ന് വിളിക്കുന്നത്? ഇതിന്റെ പാദം ത്രികോണാകൃതിയാണ്. ഇത് സമചതുര സ്തൂപികയാണ്. പാദം സമചതുരാകൃതിയാണ്. ഇത് പഞ്ചഭുജ സ്തൂപികയാണ്. പാദം പഞ്ചഭുജാകൃതി. അപ്പോൾ പാദം ഷഡ്ഭുജമാണെങ്കിൽ ഷഡ്ഭുജ സ്തൂപിക എന്നൊക്കെ വിളിക്കാം. സപ്തഭുജ സ്തൂപിക, അഷ്ടഭുജ സ്തൂപിക എന്നിങ്ങനെ വിളിക്കാം. സ്തൂപികകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം അതിന്റെ മൂലകൾ നോക്കാം. ഈ മൂലകൾ, കോർണർ, വെർട്ടീസസ് എന്ന് പറയും. ഇതാണ് മൂല. അപ്പൊ ഈ ത്രികോണ സ്തൂപികയ്ക്ക് എത്ര മൂലകളുണ്ട്? ത്രികോണ സ്തൂപികയുടെ മൂലകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 1, 2, 3, 4. താഴെ 4 മൂലകളും മുകളിൽ 1ഉമാണ്. സമചതുര സ്തൂപികയ്ക്കോ താഴെ 4ഉം. ത്രികോണ സ്തൂപികയ്ക്ക് താഴെ 3 മൂലകളും മുകളിൽ 1ഉം. ആകെ 4 എണ്ണമാണ്. സമചതുര സ്തൂപികയാണെങ്കിലോ താഴെ 4 എണ്ണവും മുകളിൽ 1ഉമാണ്. അപ്പോഴെന്തായി? 5. ഇനി പഞ്ചഭുജ സ്തൂപികയാണെങ്കിലോ പഞ്ചഭുജ സ്തൂപികയാണെങ്കിൽ താഴെ 5 എണ്ണവും 5 മൂലകളും മുകളിൽ 1ഉം. അപ്പോൾ 6 മൂലകളാണ്. ഷഡ്ഭുജ സ്തൂപികയ്ക്ക് 7 മൂലകളാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സ്തൂപികകളുടെ മൂലകളുടെ എണ്ണം പറയാൻ പറ്റും. അഷ്ടഭുജ സ്തൂപികയാണെങ്കിൽ താഴെ 8, മുകളിൽ 1. മനസ്സിലായല്ലോ? സ്തൂപികകളുടെ മൂലകളാണ്. ഇനി മറ്റൊന്ന് മുഖങ്ങൾ എന്നാണ്. ഈ പുറമേ കാണുന്ന ഭാഗം, ഇവിടെ ഒരു മുഖം ത്രികോണാകൃതിയിൽ 1 ഉണ്ട്, 2, അങ്ങനെ 3 എണ്ണമുണ്ട്. അതേപോലെ പാദത്തിൽ 1. അപ്പൊ ഈ ത്രികോണ സ്തൂപികയ്ക്ക് 4 മുഖങ്ങളാണുള്ളത്. സമചതുര സ്തൂപികയാണെങ്കിലോ സമചതുര സ്തൂപികയ്ക്ക് ഇങ്ങനെ ചുറ്റും പാർശ്വഭാഗത്തായി 4 എണ്ണവും പാദത്തിൽ 1ഉമാണ്. പഞ്ചഭുജ സ്തൂപികയ്ക്കോ പാർശ്വഭാഗങ്ങളിൽ 5 എണ്ണവും താഴെ 1ഉം. ഇനി ഷഡ്ഭുജ സ്തൂപികയ്ക്കോ പാർശ്വഭാഗങ്ങളിൽ 6 എണ്ണവും പാദത്തിൽ 1ഉം. അപ്പൊ ഷഡ്ഭുജ സ്തൂപികയ്ക്ക് 6 പാർശ്വമുഖങ്ങളും 1 പാദമുഖവും ഉണ്ട്. മൊത്തം 7 മുഖങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി മറ്റൊന്ന് ഓർമ്മിക്കേണ്ട വക്കുകളാണ്. ഈ ത്രികോണ സ്തൂപികയുടെ വക്കുകൾ നോക്കൂ. താഴെ പാദത്തിൽ 3 വക്കുകളും ഇങ്ങനെ പാർശ്വത്തിൽ 3 വക്കുകളും. ആകെ 6 വക്കുകളാണുള്ളത്. സമചതുര സ്തൂപികയ്ക്കോ പാദത്തിൽ 4 വക്കുകളും പാർശ്വത്തിൽ 4ഉം. അങ്ങനെ 8 വക്കുകളാണുള്ളത്. അപ്പോൾ ഈ സ്തൂപികകളുടെ മൂലകൾ, മുഖങ്ങൾ, വക്കുകൾ ഇവയുടെ എണ്ണം തമ്മിൽ ഒരു ബന്ധം നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്തൂപികകളുടെ മൂലകളെ നമ്മൾ വി എന്ന അക്ഷരം കൊണ്ടും മുഖങ്ങളെ എഫ് എന്ന അക്ഷരം കൊണ്ടും വക്കുകളെ ഇ, എഡ്ജസ് എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു ബന്ധം കാണാൻ കഴിയും. എന്താണ് ആ ബന്ധം എന്ന് നിങ്ങൾ കണ്ടെത്തുക. ആ ബന്ധം കണ്ടെത്താൻ നിങ്ങൾ ആദ്യം ഒരു പട്ടികപ്പെടുത്താം. ഇങ്ങനെ ഒരു പട്ടിക നിങ്ങൾക്ക് തയ്യാറാക്കാം. ത്രികോണ സ്തൂപികയിലെ മൂലകളുടെയും മുഖങ്ങളുടെയും വക്കുകളുടെയും എണ്ണം എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സ്തൂപികകളുടെ
മൂലകളുടെയും മുഖങ്ങളുടെയും വക്കുകളുടെയും എണ്ണം എഴുതുക. അതൊരു പ്രത്യേക പാറ്റേണിലാണ് പോകുന്നത് എന്ന് മനസ്സിലാകും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്തൂപികയുടെ മൂലകളും മുഖങ്ങളും വക്കുകളും തമ്മിൽ ഒരു ബന്ധം ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തുക. നമ്മൾ ഈ പാഠത്തിൽ സമചതുര സ്തൂപികയെ പറ്റിയാണ് പഠിക്കുന്നത്. ആദ്യം സമചതുര സ്തൂപിക. സമചതുര സ്തൂപികയ്ക്ക് എത്ര 5 മൂലകളും 5 മുഖങ്ങളും 8 വക്കുകളുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ സമചതുര സ്തൂപികയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മളൊരു ഘനരൂപം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു പേപ്പർ മടക്കി ഘനരൂപങ്ങളെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ കട്ടിയായ ഘനരൂപം മരത്തിനെ ചെത്തിയെടുത്തോ മരത്തിനെയോ മെഴുകിനെയോ അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ ചെത്തി മിനുക്കി നമുക്ക് ഘനരൂപങ്ങൾ ഉണ്ടാക്കാം. ഇപ്പൊ കടലാസ് കൊണ്ട്, കട്ടിയായ ഒരു കടലാസ് കൊണ്ടാണ് സമചതുര സ്തൂപിക ഉണ്ടാക്കുന്നത് എങ്കിൽ ഇതായിരിക്കും അതിന്റെ നെറ്റ് എന്ന് പറയുന്നത്, ആ രൂപം. അതായത് താഴെ ഒരു സമചതുരവും 4 സമപാർശ്വ ത്രികോണങ്ങളും ചേർത്താണ് സമചതുര സ്തൂപിക ഉണ്ടാവുന്നത്. ഒരു സമചതുരവും 4 സമപാർശ്വ ത്രികോണങ്ങളും ചേർത്തണം. ആദ്യം നിങ്ങളൊരു കട്ടിയായ കടലാസ് സമചതുരം വരക്കുക, അതേ പാദത്തിൽ ഒരു സമപാർശ്വ ത്രികോണം വരക്കുക, അങ്ങനെ തുല്യമായ 4 സമപാർശ്വ ത്രികോണങ്ങളും വരക്കുക. ഇതിങ്ങനെ മുറിച്ചെടുത്ത ശേഷം ഈ ത്രികോണം മുകളിലോട്ട് മടക്കി, ഇതൊക്കെ മുകളിലോട്ട് മടക്കിയിട്ട് ഈ ഭാഗങ്ങൾ നമ്മൾ ഒട്ടിക്കാൻ ശ്രമിക്കുക എന്നാണ്. എങ്ങനെയാണ്? അപ്പോൾ ഈ മൂല എന്നത് ഈ മൂല എന്നത് എന്തായി മാറും? ഈ മൂല എന്നത് ഈ മൂലയിലേക്ക് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന രീതിയിലേക്കാണ് വരിക. നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ മൂല ഇവിടെ മുട്ടും. അതേപോലെ ഈ പാർശ്വ ത്രികോണവും മടക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് ഒട്ടിച്ചു വെക്കാം. അതേപോലെ 4ാമത്തെ സമപാർശ്വ ത്രികോണവും ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെന്തായി മാറി? ഒരു സമചതുര സ്തൂപികയായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് സമചതുര സ്തൂപിക. സമചതുര സ്തൂപികയ്ക്ക് ഒരു പാദമുഖവും 4 പാർശ്വമുഖങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിയണം. എത്ര മൂലകളുണ്ട്? 5 മൂലകളുണ്ട്. എത്ര വക്കുകളുണ്ട്? 8 വക്കുകളുണ്ട്. ഈ വക്കുകളെ നമുക്ക് പാദവക്കുകൾ 4 എണ്ണം, പാർശ്വവക്കുകൾ 4 എണ്ണം എന്ന് പറയാം. ഇത് 4 പാദവക്കുകളാണ്, ഈ 4 എണ്ണം പാർശ്വവക്കുകളാണ്, അല്ലെ? അപ്പോൾ ഇവിടെ സമചതുര സ്തൂപികയെ നമ്മൾ എന്തുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്? സമചതുരവും ത്രികോണവുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. ഓർമ്മിക്കുക, സമചതുര സ്തൂപികയുടെ പാദം സമചതുരാകൃതിയാണ്. ഇതിന്റെ ഈ വശങ്ങൾ ഇതായിരിക്കും. ഈ ചിത്രമൊക്കെ നിങ്ങൾ വരക്കണം. ഞാനിപ്പോൾ കാണിച്ചിരുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ച് മനസ്സിലാക്കുക. അതേപോലെ ഇത് കട്ടിയായ കടലാസിൽ പേപ്പറിൽ മുറിച്ചെടുത്ത് നിങ്ങൾക്ക് സമചതുര സ്തൂപിക ഉണ്ടാക്കി നോക്കുക. സമചതുര സ്തൂപിക എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ധാരണ കിട്ടും ഒരു സമചതുര സ്തൂപികയെ പറ്റി. ഇതാണ് പാദവക്ക് എന്ന് പറയുന്നത്. ഈ 4 എണ്ണം പാദവക്കാണ്. ഇതാണ് ഇതിന്റെ പാർശ്വവക്ക് എന്ന് പറയുന്നത്. ഇനി ഈ 4 ത്രികോണങ്ങളെയും പാർശ്വമുഖ ഭാഗത്താണ് 4 ത്രികോണങ്ങൾ ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കുക. ഈ ത്രികോണത്തിന്റെ ഉന്നതിയെ നമ്മൾ പറയുന്ന പേരാണ് പാർശ്വോന്നതി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു? പാദവക്ക് പറഞ്ഞു കഴിഞ്ഞു. പാദവക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് പാദവക്ക്. പാർശ്വവക്ക് ഇതാണ്, ഈ ത്രികോണത്തിന്റെ വശമാണ് പാർശ്വവക്ക്. പിന്നെ മറ്റൊന്ന് പാർശ്വോന്നതി അല്ലെങ്കിൽ ചെരി ഉയരം എന്നാണ് പറയുക. ചെരി ഉയരം എന്ന് പറയും. ഇതൊക്കെ ഈ സമചതുര സ്തൂപികയുടെ അളവുകളാണ്. നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. സമചതുര സ്തൂപികയുടെ അളവുകൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നോക്കാം, ഞാനൊരു സമചതുര സ്തൂപിക വരച്ചിട്ടുണ്ട്. ഈ വര, ഈ താഴത്തെയുള്ള സമചതുരത്തിന്റെ 4 കറുത്ത നിറത്തുള്ള വരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? അതിന്റെ പാദവക്കിനെയാണ് സൂചിപ്പിക്കുക. പാദവക്ക്. മനസ്സിലായല്ലോ? ഇനി പാദവക്കിനെ നമ്മൾ എ എന്ന ഒരു അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ വക്കുകളെ പാർശ്വവക്കുകളാണ്. ഈ കറുത്ത നിറത്തുള്ള വരകളെ എന്താ പറയുക? പാർശ്വവക്കുകൾ എന്നാണ് പറയുക. ഇനി പാർശ്വമുഖത്തിന്റെ ഉന്നതിയെ ചെരി ഉയരം എന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ ഈ ചുവന്ന നിറത്തിലുള്ള വരകളാണ് ഇതിലെ ചെരി ഉയരം അല്ലെങ്കിൽ പാർശ്വോന്നതി എന്ന് പറയുന്നത്. ചെരി ഉയരം അല്ലെങ്കിൽ പാർശ്വോന്നതി. ഇപ്പോഴെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു? പാദവക്ക്, പാർശ്വവക്ക്, ചെരി ഉയരം. മനസ്സിലായല്ലോ? ഇനി സമചതുര സ്തൂപികയുടെ
പാദവികരണമാണിത്. പാദം സമചതുരാകൃതിയാണ്, ഇപ്പോൾ വരച്ചിരിക്കുന്നത് പാദവികരണമാണ്. പാദവികരണം. ഇത് നമുക്ക് ഉയരം കൂടി വരയ്ക്കാനുണ്ട്. ഇതിപ്പോ നമുക്ക് നോക്കാം. ഇവിടെ പാദവക്കിനെ എ എന്ന അക്ഷരം കൊണ്ടും, അത് എഴുതിയ കൃത്യമായി ശ്രദ്ധിക്കുക നിങ്ങൾ, ഇങ്ങനെയല്ല എഴുതുക, സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണ്. എ എന്നത് പാദവക്ക്, ഇ എന്നത് പാർശ്വവക്ക്, എൽ എന്നത് ചെരിയുയരം, എച്ച് ഉയരം. എച്ച് എന്ന് പറയുമ്പോൾ ഈ ബിന്ദുവിൽ നിന്ന് ഇവിടത്തേക്കുള്ള അകലത്തെയാണ് നമ്മൾ എന്ത് പറയുക? എച്ച് എന്ന് പറയുക. അത് നിങ്ങൾ ഓർമ്മിക്കുക. ഈ എന്ന ബിന്ദുവിൽ നിന്നും പാദവികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലേക്കുള്ള അകലമാണ് സമചതുര സ്തൂപികയുടെ ഉയരം എന്ന് പറയുന്നത്. പാദവികരണത്തെ ഡി എന്നാണ് പറയുക. നമ്മൾ കണക്കുകൾ ചെയ്യുന്ന സമയങ്ങളിൽ സൗകര്യത്തിന് വേണ്ടി ഈ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ കാണാതെ ഉണ്ടാവണം. പാദവക്കിനെ സൂചിപ്പിക്കുന്നത്, പാർശ്വവക്കിനെ സൂചിപ്പിക്കുന്നത്, ചെരിയുയരത്തെ സൂചിപ്പിക്കുന്നത്, ഉയരത്തെ സൂചിപ്പിക്കുന്നത് പാദവികരണം. എ പാദവക്ക്, ഇ എന്നത് പാർശ്വവക്കിനെ സൂചിപ്പിക്കുന്നു, എൽ ചെരിയുയരം, എച്ച് ഉയരം, ഡി പാദവികരണം. ഇതാണ് നമ്മൾ ആദ്യം സമചതുര സ്തൂപികയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. സമചതുര സ്തൂപിക മനസ്സിലായതിനു ശേഷം അതിന്റെ അളവുകളെയൊക്കെ നമ്മളൊരു അക്ഷരത്തിലേക്ക് സൗകര്യത്തിന് വേണ്ടി, ക്രിയകൾ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ എന്തിലേക്ക് മാറ്റി? അക്ഷരത്തിലേക്ക് മാറ്റി. അതിനുശേഷം നോക്കുക, ഇവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തണം. ഇത് നമുക്ക് ഇവിടെ ചില മട്ടത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കാം, ഞാനൊരു മട്ടത്രികോണം വരയ്ക്കുന്നു ഇവിടെ. ഇതൊരു മട്ടത്രികോണമാണ്. ഈ ഒരു മട്ടത്രികോണത്തിൽ ഈ ഒരു വശം എന്ന് പറയുന്നത് എന്താണ്? ഇത് ചെരിയുയരമാണ്, ചെരിയുയരം. ഇതോ, ഈ വശം എന്ന് പറയുന്നത് പാദവക്കിന്റെ പകുതിയാണിത്. ഇതോ, ഇത് പാർശ്വവക്കാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? ചെരിയുയരം, പാർശ്വവക്ക്, പാദവക്കിന്റെ പകുതി ഇവ ചേർന്ന് ഒരു മട്ടത്രികോണം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ മട്ടത്രികോണം നിങ്ങൾ പഠിക്കണം. അതേപോലെ മറ്റൊരു മട്ടത്രികോണം കാണാം. ഇവിടെ ഒരു മട്ടത്രികോണം കാണുന്നുണ്ട്. ഈ മട്ടത്രികോണത്തിന്റെ വശങ്ങൾ എന്തൊക്കെയാണ്? ഇത് അതിന്റെ ഉയരമാണിത്. ഈ ഭാഗം ഉയരം, ഇത് ചെരിയുയരം, പാദവക്കിന്റെ പകുതി. അപ്പോൾ എന്ത് പറയാം? ചെരിയുയരവും ഉയരവും പാദവക്കിന്റെ പകുതിയും ചേർന്ന് എന്തുണ്ടാകുന്നു? മറ്റൊരു മട്ടത്രികോണം ഉണ്ടാകുന്നു. ഇനി നമ്മൾ വേറൊരു മട്ടത്രികോണത്തെ പരിചയപ്പെടാം. ഇതാണ് മറ്റേ ഒരു മട്ടത്രികോണം. ഇത് ഉയരം, പാർശ്വവക്ക്, പാദവികരണത്തിന്റെ പകുതി. ഉയരം, പാർശ്വവക്ക്, പാദവികരണത്തിന്റെ പകുതി ഇവ ചേർന്ന് എന്തായി മാറുന്നു? മറ്റൊരു മട്ടത്രികോണമായി മാറുന്നു. അപ്പൊ സമചതുര സ്തൂപികയിൽ നമ്മൾ 3 മട്ടത്രികോണങ്ങളെ പരിചയപ്പെട്ടു. അതായത് അതിന്റെ അളവുകൾ തമ്മിലുള്ള ബന്ധമാണ്. നമുക്ക് ഈ ബന്ധത്തെ വീണ്ടും ഒന്ന് വിശദമായി പറയാം. ഒന്നാമത്തെ മട്ടത്രികോണം ഇതാണ്, നിങ്ങൾ വരക്കുക. ഇത് ഇ എന്നത് പാർശ്വവക്കാണ്, എൽ എന്നത് ചെരിയുയരം, a/2 എന്നത് പാദവക്കിന്റെ പകുതി. അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 അളവ് അറിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ അളവ് കണ്ടുപിടിക്കാം. നിങ്ങൾ ഈ മട്ടത്രികോണം നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ സമം √L² + a/2 ഇത് എങ്ങനെയാണ് എഴുതുക? ഇത് പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചിട്ടാണ്. ഒരു മട്ടത്രികോണത്തിന്റെ ഒരു വശം അറിയുകയാണെങ്കിൽ മറ്റു 2 വശങ്ങൾ കാണാം. ഇത് കർണമാണ്. ഈ കർണം സമം എന്തായിരിക്കും? √പാദം² + ലംബം². ഇനി കർണമല്ലാത്ത വശമാണ് കാണേണ്ടതെങ്കിൽ കർണത്തിന്റെ വർഗത്തിൽ നിന്ന് മൂന്നാമത്തെ വശത്തിന്റെ വർഗം കുറക്കുക. e² - a/2 a/2 സമം √e² - L². ഇത് ഏതാണ്? പാർശ്വവക്ക്, ചെരിയുയരം, പാദവക്കിന്റെ പകുതി ഇവ തമ്മിലുള്ള ബന്ധമാണ്. ഇനി അടുത്ത മട്ടത്രികോണം ഏതാണ്? ചെരിയുയരം, ഉയരം, പാദവക്കിന്റെ പകുതി. അപ്പോൾ എങ്ങനെ പറഞ്ഞേ? എൽ സമം എന്തായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേ. എൽ സമം √H² + a/2. അപ്പൊ H സമം √L² - a/2. അപ്പൊ a/2 √L² - H².
ഇത് ഈ മട്ടത്രികോണത്തിൽ നിന്ന് ലഭിക്കുന്ന ബന്ധമാണ്. അപ്പൊ നമ്മൾ ചില കണക്കുകൾ ചെയ്യുന്ന സമയത്ത് എച്ച് തന്നിട്ടുണ്ടാവും, എ തന്നിട്ടുണ്ടാവും, നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? എൽ കണ്ടുപിടിക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ബന്ധം, മട്ടത്രികോണ ബന്ധം ഉപയോഗിക്കുന്നു. ഇനി മറ്റൊരു മട്ടത്രികോണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതേതാണ്? ഇതാണ് അല്ലെ, ഈ പാർശ്വവക്ക് ഉയരം ഡി, പാദവികരണത്തിന്റെ പകുതി, പാദവികരണത്തിന്റെ പകുതി. ഇതാണ് ഈ ബന്ധം നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോ ഈ സമം റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ഡി ബൈ 2 ഹോൾ സ്ക്വയർ, എച്ച് സമം റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് ഡി ബൈ 2 ഹോൾ സ്ക്വയർ, ഡി ബൈ 2 സമം റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. ഈ 3 മട്ടത്രികോണങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതൊക്കെ ഹൃദിസ്ഥമാകണം നിങ്ങൾക്ക്. ഈ പാഠത്തിൽ സമചതുര സ്തൂപികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ കൃത്യമായി എഴുതി പഠിക്കുക, നിങ്ങളെ മനസ്സിലേക്ക് കൃത്യമായി ഉണ്ടാവണം. അതിനുശേഷം നമ്മൾ നോക്കാം, സമചതുര സ്തൂപികയുടെ പാദപരപ്പളവാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്താണ് പാദം? പാദം സമചതുരാകൃതി, അപ്പൊ അതിന്റെ പരപ്പളവ് എന്താ? എ സ്ക്വയർ. അപ്പൊ പാദപരപ്പളവ് എ സ്ക്വയർ ആണ്. ഓർമ്മിക്കുക, സമചതുര സ്തൂപികയുടെ പാദപരപ്പളവ് എ സ്ക്വയർ. ഇനി അതിന്റെ ഒരു പാർശ്വമുഖത്തിന്റെ പരപ്പളവ്, ഇവിടെ പാർശ്വ എന്ന് എഴുതണം. പാർശ്വമുഖത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ അര എ എൽ. ഇതെങ്ങനെയാണ് അര എ എൽ കിട്ടിയത്? ഒരു പാർശ്വമുഖം നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ. ഒരു പാർശ്വമുഖം സങ്കല്പിച്ച് നോക്കിയാൽ അതിന്റെ പാദം എന്താ? എ ആണ്. ഉയരം എന്താ? ചെറിയ ഉയരം എൽ ആണ്. അങ്ങനെയാണ് അര ഇൻറ്റു പാദം ഇൻറ്റു ലംബം കിട്ടിയത്. അപ്പോൾ അര എ എൽ എന്ന് പഠിക്കുക. ഇനി അതിന്റെ പാർശ്വമുഖ പരപ്പളവാണ്. പാർശ്വമുഖ പരപ്പളവ് എന്ന് പറയുമ്പോൾ 2 എ എൽ. ഇതെങ്ങനെയാണ് 2 എ എൽ കിട്ടുക? ആകെ 4 പാർശ്വമുഖങ്ങളുണ്ട്. അതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തായി മാറി? 2 എ എൽ എന്നായി മാറി. ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പാർശ്വമുഖ പരപ്പളവ് എന്നാണ്. മനസ്സിലായല്ലോ? പാർശ്വമുഖ പരപ്പളവ്. ഇനി പിന്നീട് എന്താണ് വേണ്ടത്? ഇനി കണ്ടുപിടിക്കുന്നത് ഉപരിതല പരപ്പളവാണ്. ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോൾ എല്ലാ മുഖങ്ങളുടെയും പരപ്പളവ്. സമചതുര സ്തൂപികയ്ക്ക് എത്ര മുഖങ്ങളുണ്ട്? 5 മുഖങ്ങളുണ്ട്. അതിൽ 4 എണ്ണം ത്രികോണാകൃതിയിലുള്ള പാർശ്വമുഖങ്ങളാണ്. അതിന്റെ പരപ്പളവ് 2 എ എൽ. പിന്നെ പാദ പരപ്പളവ് എ സ്ക്വയർ. അപ്പോൾ ഉപരിതല പരപ്പളവ് എ സ്ക്വയർ പ്ലസ് 2 എ എൽ എന്ന് കിട്ടും. ഇനി അതിന്റെ വ്യാപ്തം കൂടി നമ്മൾ പറയാം. വ്യാപ്തം സമം 1/3 എ സ്ക്വയർ എച്ച്. എല്ലാ സ്തൂപികകളുടെയും വ്യാപ്തത്തിന്റെ പൊതുവായ വഴി എന്ന് പറയുന്നത് 1/3 ഇൻറ്റു പാദപരപ്പളവ് ഇൻറ്റു ഉയരം എന്നാണ്. സ്തംഭത്തിന്റെ വ്യാപ്തം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സ്തംഭത്തിന്റെ വ്യാപ്തം എങ്ങനെയാണ്? പൊതുവായ വഴി പാദപരപ്പളവ് ഇൻറ്റു ഉയരം. അപ്പൊ ഇവിടെ 1/3 ഇൻറ്റു പാദപരപ്പളവ് ഇൻറ്റു ഉയരം എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വളരെ കൃത്യമായി എഴുതണം, പഠിക്കുക എന്നാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ സമചതുര സ്തൂപികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ. ഇത് നിങ്ങൾ കൃത്യമായി നോട്ട് എഴുതി പഠിക്കുക. ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ചെയ്യാൻ പറ്റൂ. ഓക്കെ.